രാജ്യത്തെ വനിതകൾക്ക് കത്തയച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വനിതാ സംവരണ ബിൽ സംബന്ധിച്ചാണ് പ്രധാനമന്ത്രിയുടെ കത്ത്. ദശാബ്ദങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമായെന്നും സംവരണം നടപ്പിലാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തിലൂടെ ഉറപ്പു നൽകി. വിവരങ്ങളുമായി ദിലീപ് കുട്ടിച്ചൽ ആണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ദിലീപ്, 16-ാം തീയതി മുതൽ വരുന്ന 3 ദിവസം സുപ്രധാനമായ പാർലമെന്റ് സമ്മേളനം നടക്കാൻ പോകുകയാണ്. ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആ നിർണായകമായ ബില്ല് പാസ്സാക്കുക എന്ന ലക്ഷ്യത്തോടെയാണല്ലോ പാർലമെന്റിന്റെ സമ്മേളനം നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണല്ലോ പ്രധാനമന്ത്രിയുടെ ഈ കത്ത്. ഈ കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്? സൂചിപ്പിച്ച പോലെ തന്നെ 4 പതിറ്റാണ്ടായി രാജ്യം കാത്തിരുന്ന ഒരു സുപ്രധാന തീരുമാനങ്ങൾക്കാണ് ഈ വരുന്ന 16-ാം തീയതി, അതായത് മറ്റന്നാൾ പാർലമെൻറ്റിലേക്ക് സഭ സമ്മേളിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ത്രീ സംവരണം എന്ന് പറയുന്നത് മുദ്രാവാക്യമല്ല, മറിച്ച് സ്ത്രീ സംവരണം നടപ്പിലാക്കുന്നവരുടെ പുതിയൊരു നവഭാരത്തെ കെട്ടിപ്പടുത്തുക എന്നാണ് പുതിയ ലക്ഷ്യമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലിപ്പോൾ 543 ലോക്സഭാ മണ്ഡലങ്ങളാണ് രാജ്യത്തുള്ളത്. അത് 816 ഏകദേശം 270 മണ്ഡലങ്ങൾ പുതിയതായിട്ട് ക്രമീകരിച്ച് അതിലേക്ക് സ്ത്രീ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷയും അതോടൊപ്പം തന്നെ സ്ത്രീ സമത്വവുമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത അടക്കമുള്ളവരുടെ മുന്നിൽ വെച്ചാണ് പ്രസ്താവന ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ സൈന്യത്തിലും അതോടൊപ്പം തന്നെ പാർലമെന്റിലും ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ ശക്തി പ്രാപിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഓക്കെ ദിലീപ്, എന്തായാലും ഈ വളരെ സുപ്രധാനമായ ബില്ല് പാസ്സാകുന്നതിന് തൊട്ട് മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഭാരതത്തിലെ വനിതകൾക്ക് കത്തയച്ചിരിക്കുകയാണ്. ഈ കത്തിൽ എന്തിന് ഇത്തരം ഒരു ബില്ല് കൊണ്ടുവരുന്നു, അത് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് എത്രത്തോളം കുതിപ്പാണ് നമ്മുടെ രാജ്യത്തുണ്ടാകുക എന്ന സന്ദേശം അദ്ദേഹം രാജ്യത്തെ വനിതകളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദിലീപ് കുട്ടിച്ചലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.